ഉത്തർപ്രദേശ് മാധ്യമിക ശിക്ഷാ പരിഷത്ത് UPMSP 2026 വർഷത്തെ 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ ഇന്ന് ഏപ്രിൽ 23 വൈകുന്നേരം 4 മണിക്ക് പ്രഖ്യാപിച്ചു. പ്രയാഗ്രാജിലെ ബോർഡ് ആസ്ഥാനത്ത് വെച്ചാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഉത്തർപ്രദേശിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഈ നിർണായക പരീക്ഷകൾക്കായി മൊത്തം 53,37,778 വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 27,61,696 പേർ 10ാം ക്ലാസ്സിലും 25,76,082 പേർ 12ാം ക്ലാസ്സിലുമായിരുന്നു. പരീക്ഷയുടെ വലിയ വ്യാപ്തി വ്യക്തമാക്കുന്ന കണക്കുകളാണിത്. 2026 ഫെബ്രുവരി 18 മുതൽ മാർച്ച് 12 വരെ സംസ്ഥാനത്തുടനീളം ഏകദേശം 8,000 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ പരീക്ഷകൾ നടന്നത്. ഈ ഫലപ്രഖ്യാപനം ഇന്ത്യയിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ തുടർപഠനത്തിന് വ്യക്തത നൽകുന്നുണ്ട്. ഈ വർഷം 10ാം ക്ലാസ്സിൽ 90.42% വിദ്യാർത്ഥികൾ വിജയിച്ചപ്പോൾ 12ാം ക്ലാസ്സിൽ 80.38% വിജയശതമാനം. ഈ ഫലങ്ങളാണ് തുടർപഠനത്തിനുള്ള യോഗ്യത തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലെയും പ്രൊഫഷണൽ കോഴ്സുകളിലെയും പ്രവേശനത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതത്തെയും കരിയറിനെയും ഇത് നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. റിസൾട്ട് അറിയാനായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പല ഔദ്യോഗിക വെബ്സൈറ്റുകളും മറ്റു വഴികളുമുണ്ട്. പ്രധാനമായും റിസൾട്ട് നോക്കാൻ upresults.nic.in, upmsp.edu.in എന്നീ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. താൽക്കാലിക മാർക്ക് ലിസ്റ്റ് കിട്ടാൻ ഓരോ ക്ലാസ്സിലെയും റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റോൾ നമ്പർ അടിച്ചാൽ മതി. 12ാം ക്ലാസ് റിസൾട്ട് അറിയാൻ ചിലപ്പോൾ സ്കൂൾ കോഡും ആവശ്യമായി വരും. റിസൾട്ട് വരുന്ന ദിവസം വെബ്സൈറ്റിൽ തിരക്ക് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടാനായിട്ട് UPMSP വേറെ വഴികളും ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റലായിട്ട് അംഗീകരിച്ച മാർക്ക് ലിസ്റ്റുകൾ results.digilocker.gov.in എന്ന ഡിജിലോക്കർ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ ഉമാംഗ് ആപ്പ് വഴിയും പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും. അതിനായിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ ചെയ്ത് UP ബോർഡ് സർവീസുകൾ എന്ന് തിരഞ്ഞാൽ മതി. ഇതൊന്നും പോരാതെ SMS വഴിയും റിസൾട്ട് അറിയാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ ഒരു പ്രത്യേക ഫോർമാറ്റിൽ, ഉദാഹരണത്തിന് 10ാം ക്ലാസ്സുകാർക്ക് UP10 കുറവ് സ്പേസ് കൂടുതൽ റോൾ നമ്പർ എന്ന് ഒരു നിശ്ചിത നമ്പറിലേക്ക് അയച്ചാൽ റിസൾട്ട് ഫോണിലേക്ക് നേരിട്ട് വരും. ഈ പല വഴികളിലൂടെയും കുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും റിസൾട്ട് പെട്ടെന്നറിയാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കും. ഈ പരീക്ഷാ ഫലങ്ങൾ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അവരുടെ തുടർ പഠനത്തിനും ജോലി സാധ്യതകൾക്കുമെല്ലാം ഇതൊരു വഴികാട്ടിയാണ്. പരീക്ഷ പാസ്സാവാൻ ഓരോ വിഷയത്തിലും കുറഞ്ഞത് 33% മാർക്കും മൊത്തത്തിൽ 33% മാർക്കും നേടണം. ഈ വർഷത്തെ ഫലങ്ങളിൽ വ്യക്തിഗത നേട്ടങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. +2-വിൽ ശിഖ വർമ്മ 97.60% മാർക്കോടെ 1ാം സ്ഥാനം നേടിയപ്പോൾ 10ാം ക്ലാസ്സിൽ കശിഷ് വർമ്മയും അൻഷിക വർമ്മയും 97.83% മാർക്കോടെ 1ാം സ്ഥാനം പങ്കിട്ടു. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം +2 പരീക്ഷയിൽ പെൺകുട്ടികളാണ് ഇത്തവണയും മുന്നിലെത്തിയത് എന്നതാണ്. ഇത് മുൻവർഷങ്ങളിലും കണ്ടുവരുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ഓൺലൈനായി കിട്ടുന്ന മാർക്ക് ഷീറ്റുകൾ താൽക്കാലിക രേഖകളായിരിക്കും. യഥാർത്ഥ മാർക്ക് ഷീറ്റുകൾ ഓൺലൈൻ ഫലം വന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതത് സ്കൂളുകൾ വഴി വിതരണം ചെയ്യും. ഫലത്തിൽ തൃപ്തരില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിനോ അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷകൾക്കോ അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഇതിന്റെ വിശദാംശങ്ങൾ UPMSPയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉടൻ അറിയിക്കും. പുനർമൂല്യനിർണ്ണയത്തെക്കുറിച്ചും യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ ബോർഡ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.